ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗ്രി കുക്ക്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി വെള്ളയപ്പം, അതിനോടൊപ്പം ചേർന്ന് പോകുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂവുമാണ്. അപ്പോൾ നമുക്ക് വെള്ളയപ്പം അഥവാ അപ്പം എന്ന് പറയുന്നത് നമ്മൾ പല തരത്തിലുണ്ടാക്കും. അതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2.5 കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. ഇത് 1.5 കപ്പ് ചോറ്, 2.5 കപ്പ് അരിക്ക് നമുക്ക് 1.5 കപ്പ് ചോറ് വേണം. 1 കപ്പ് ചിരകിയ തേങ്ങ വേണം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തലേ ദിവസം അരച്ച് വെക്കാൻ വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിതെല്ലാതും കൂടിയിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ചോറില്ലെങ്കിൽ ചിലർ കുറുക്കിയെടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയെടുത്ത് കുറുക്കിയിട്ട്, അപ്പോൾ നമുക്ക് 1.5 കപ്പ് ചോറ് വേണ്ട, 1 കപ്പ് കുറുക്ക്, അതായത് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല, കപ്പി കാച്ചിയതോ, അപ്പോൾ അത് 1 കപ്പ് മതിയിട്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷേ ചോറാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമ്മളെല്ലാതും മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന പോലെ എടുത്തിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ അതിൽ തരിയുടെ അംശം ഉണ്ടാവരുത്. അപ്പോഴാണ് അപ്പം നല്ല സോഫ്റ്റ് ആവുന്നത്. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് ബ്രൗൺ കളറിലാവണം എന്നുള്ളവർക്കൊക്കെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് എന്ന് പറയുന്നത് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല മാവായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അരച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ എന്തെങ്കിലും അരയാത്തത് ബാക്കിയുണ്ടെങ്കിൽ അരിപ്പയിൽ നിന്നോളും. അപ്പോൾ നമുക്ക് നല്ല വെള്ളയപ്പത്തിൻ്റെ മാവായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഒന്നും കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം എന്തെങ്കിലും മിക്സ് ചെയ്യുന്നതിൽ കുറവുണ്ടെങ്കിൽ അത് വേണ്ട. അപ്പോൾ നമുക്ക് ഈ പാകത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ചിലർ നല്ല വെള്ളം പോലെ അരയ്ക്കും, എന്നിട്ട് ഇങ്ങനെ സൈഡ് നല്ല കനം കുറഞ്ഞ് നടു ഇങ്ങനെ പൊന്തി വരുന്നു. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് അങ്ങനത്തെ വെള്ളയപ്പമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് 6 മണിക്കൂർ വരെ പൊങ്ങാൻ വയ്ക്കണം. അതിൽ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല, പക്ഷേ സമയം കൂടുന്തോറും നമുക്ക് പുളി വരും മാവിന്. അപ്പോൾ അതുകൊണ്ട് അധികം സമയം ഇല്ലാതെ നോക്കുക. ഇനി നമ്മൾ രാവിലെ തുറന്നു, മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 മണിക്കൂർ വൈകിയതുകൊണ്ടാണ് ആ പൊന്തിയ മാവ് ഒന്നിങ്ങനെ താന്നത്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ 1/2 മണിക്കൂർ മുമ്പ് തുറന്നെങ്കിരുന്നെങ്കിൽ അതങ്ങനെ ഇങ്ങനെ പൊന്തിയിരിക്കുന്നത് കാണായിരുന്നു. അപ്പോൾ നല്ല പതഞ്ഞ് നല്ല മാവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ നിറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കട്ടെ. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കണം. ചിലർ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ല മധുരത്തിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു മധുരം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതായത് 1/2 ടേബിൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് നല്ല മധുരത്തിലാണ് ചിലർ വെള്ളയപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ നേരം വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള വെള്ളയപ്പമായിട്ട് നമുക്ക് കിട്ടും. അതായത് മാവിനൊന്നിങ്ങനെ തണുപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വെള്ളയപ്പമായിരിക്കും. നമ്മൾ ഈ മാവ് രാവിലെ മിക്സ് ചെയ്ത്, പിന്നെ സമയമില്ലാത്തവർക്ക് പിന്നെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് കറി ഉണ്ടാക്കുന്ന സമയം, അല്ലെങ്കിൽ കറിയും വെള്ളയപ്പം കൂടി ഒന്നിച്ചുണ്ടാക്കണമെങ്കിലും പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഇളക്കിയ മാവ് കുറച്ച് നേരം നിങ്ങൾ ഫ്രിഡ്ജിൽ താഴത്താട്ടിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും. മാവൊന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. എനിക്ക് സമയമുള്ളതുകൊണ്ടാട്ടോ ഞാൻ 1 മണിക്കൂർ വെച്ച് ശരിക്കും ഇങ്ങനെ സെറ്റായി വരും. ഇനി നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഞാനിത് ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എണ്ണ തടവണം. നിങ്ങൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണ തടവിയിട്ട് ഉണ്ടാക്കുമ്പോൾ ആ എണ്ണയുടെ നല്ലെണ്ണയുടെ ഫ്ലേവറും കൂടിയിട്ടുള്ള വെള്ളയപ്പമാണ് നല്ല അടിപൊളി വെള്ളയപ്പം. ഇനി നിങ്ങൾ അരികെ നല്ല മൊരിഞ്ഞ് വരണം എന്നുള്ളവർ അരികെ നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. നടുഭാഗം അങ്ങനെ കുറച്ച് കട്ടിയെടുക്കുക. ഇനിയിപ്പോൾ അത് വേണ്ട എന്നുള്ളവർക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കാം, പെട്ടെന്ന് നമുക്ക് കോരിമാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ 2 തരത്തിലുണ്ടാക്കാറുണ്ട്. എനിക്ക് 2 കഴിക്കാനും ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ സൈഡ് നല്ല ചുവന്ന് വരും. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതുപോലെ നമുക്ക് ഇങ്ങനെ സൈഡ് മൊരിഞ്ഞ് വേണ്ടെങ്കിൽ നമുക്ക് വെന്ത ഉടനെ തന്നെ കോരിയെടുക്കാം. അപ്പോൾ വെന്ത ഉടനെ തന്നെ കോരിയെടുക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പരി കിട്ടുക.
ചിലർക്ക് അങ്ങനത്തെ വെള്ളയപ്പമാണ് ഇഷ്ടം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ചിലർക്ക് എന്ന് പറഞ്ഞാൽ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ കുറച്ചിങ്ങനെ ക്രിസ്പായിട്ട് അങ്ങനത്തെ വെള്ളയപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മൾ സ്റ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 2 പൊട്ടറ്റോ, 2 സവോള, 4 പച്ചമുളക്, ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ 2ാം പാലിൽ വേണമെങ്കിൽ വേവിക്കാം. ഞാനിപ്പോൾ ഒരു ഈസി റെസിപ്പി ആയതുകൊണ്ട് ഞാനത് വെറുതെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാനിപ്പോൾ സൈഡ് അങ്ങനെ മൊരിയാത്ത ഒരു വെള്ളയപ്പം, അപ്പോൾ ഞാൻ സൈഡ് മൊരിഞ്ഞിട്ടുള്ളൊരു വെള്ളയപ്പം ഉണ്ടാക്കി. മൊരിയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മൊരിച്ചില്ല, നിങ്ങളൊരു 2 മിനിറ്റ് കൂടെ വയ്ക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ 2 തരത്തിലും വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂവിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൂ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിക്കാം എന്നെനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇത് ഈസിയാണ്. 2 പൊട്ടറ്റോ, 2 സവോള, പച്ചമുളക്, ഉപ്പ്, വേണമെങ്കിൽ 2ാം പാലിൽ വേവിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ വേവിച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് വെള്ളം ഇങ്ങനെ വറ്റണ പോലെ വേവിച്ചു. എന്നിട്ട് അതിലേക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളച്ചില്ല, എന്നാലും നന്നായിട്ടൊന്നിങ്ങനെ ചൂടായ പാകത്തിൽ എടുത്ത് തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ പിരിയരുത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. മറ്റേ പൊട്ടറ്റോയ്ക്കൊക്കെ വേണ്ട ഉപ്പ് ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നിങ്ങനെ ഉള്ളി വറുത്തിടണം. അതായത് നമുക്ക് സവോള ഇതിലേക്ക് വറുത്തിടണം. നമ്മൾ കടുക് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, സവോള വറുത്തിടണം. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞി സവോള ചെറുത് മതിയിട്ടാൽ അതെടുത്തിട്ട് കുറച്ച് വേപ്പിലയും കൂടിയിട്ട് മൊരിച്ച് ചേർക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൂവിൻ്റെ രുചി എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാലും പിന്നെ നമ്മൾ ഈ വറുത്തിടുന്ന സവോളയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല രുചി. ഇപ്പോൾ സവോളയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൂ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം റെഡിയായി, സ്റ്റൂ റെഡിയായി. എല്ലാം കൂടി ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത് രണ്ടും നല്ല കോംബോയാണ്. ഇത് വേണമെങ്കിൽ ചിക്കനും മട്ടനൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നോൺ വെജ് കറിയായി, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.